بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് ഗൗസ് എന്നുള്ളത്. ഗൗസ് സഹായം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സഹായിച്ചു. സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഒരാളെയും നബിതങ്ങൾ കൈ മടക്കി അയച്ചിട്ടില്ല. എല്ലാവരെയും സഹായിച്ചു. പാവങ്ങളെയും മിസ്കീന്മാരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും എല്ലാവരെയും സഹായിച്ചു. നബിതങ്ങളോട് എന്തെങ്കിലും ഒരാൾ ചോദിച്ചിട്ട് ഫഖാല ല, മുത്തുനബി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ചോദിച്ചവർക്കൊക്കെ കൊടുത്തു. ഒരു പർവ്വതത്തിന്റെ ഇടയിൽ നിറച്ചും ആണ്ടിനെ തരണമെന്ന് ഒരാൾ വന്ന് മുത്തുനബിയോട് പറഞ്ഞു. മുത്തുനബി കൊടുത്തു. വീണ്ടും ചോദിച്ചു, കൊടുത്തു. വീണ്ടും ചോദിച്ചു, കൊടുത്തു. നബി തങ്ങൾ എല്ലാവരെയും സഹായിക്കും, എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കും. പാവങ്ങളെ കാണുമ്പോൾ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത വിഷമം പ്രകടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹബ്ബുൻ അസീലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ആരാണോ കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അവരാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. വഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണെന്നറിയാമോ? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യന് മുസ്ലിമായ മനുഷ്യന്റെ ഖൽബിൽ നീ കൊടുക്കുന്ന സന്തോഷമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ഒരു മുഅ്മിനായ മനുഷ്യനെ സഹായിക്കുക, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക, അവരുടെ കടങ്ങൾ വീട്ടുക, വിശപ്പകറ്റുക, ഇങ്ങനെ ഖൽബിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു പകൽ സമയത്ത് ഞങ്ങൾ മുത്തുനബിയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വിവസ്ത്രരായ, ചെരുപ്പുകൾ ധരിക്കാത്ത നഗ്നപാതരായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്നു. നഗ്നരായ എന്ന് പറഞ്ഞാൽ മൃഗത്തിന്റെ തോല് ധരിച്ചിട്ടാണ് അവർ വരുന്നത്. അവർക്ക് വസ്ത്രം വാങ്ങാൻ ക്യാഷില്ല, ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല. സുബ്ഹാനല്ലാഹ്. അവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വരികയാണ്. ഇത് കണ്ടപ്പോ, ഈ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ കണ്ടപ്പോ നബി തങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഫതഗയ്യറ വജ്ഹു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമായി. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിന്റെ സമയമായി. ബിലാൽ തങ്ങൾ വാങ്ങുകൊടുത്തു. മുത്തുനബി ജമാഅത്തായി നിസ്കരിച്ചു. ശേഷം ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് പ്രഭാഷണം നടത്തുകയാണ്. ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്നാണ് നിങ്ങളെയൊക്കെ അല്ലാഹു പടച്ചത്.
അങ്ങനെ വിശാലമായി പറഞ്ഞു. എന്നിട്ട് പറയാൻ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, ഓരോരുത്തരും ചിന്തിക്കട്ടെ നാളേക്ക് വേണ്ടി എന്താണ് സമർപ്പിച്ചതെന്ന്, നാളേക്ക് വേണ്ടി എന്താണ് തയ്യാർ ചെയ്തു വെച്ചതെന്ന്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ദീനാറുകൾ, ദിർഹമുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ സ്വതക്ക ചെയ്യട്ടെ. ഈ പാവങ്ങളെ കാണുന്നില്ലേ? ഭക്ഷണമില്ല, വസ്ത്രമില്ല, അവർക്ക് ഒന്നുമില്ല, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. സുബ്ഹാനല്ലാഹ്. അൻസ്വാരികളിൽ നിന്നുള്ള ഒരാള് കൈ നിറച്ചും ഭക്ഷണവുമായി വരുന്നു, വസ്ത്രവുമായി വരുന്നു, ഭക്ഷണവുമായി വരുന്നു. അങ്ങനെ ജനങ്ങൾ പിന്നാലെ ഒരുപാട് ആളുകൾ അങ്ങനെ വന്നു. സുബ്ഹാനല്ലാഹ്. ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഹത്താ റഅയ്തു വജ്ഹ റസൂലില്ലാഹി യതഹല്ലൽ, സന്തോഷം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നതായി മുത്തുനബിയുടെ മുഖത്തെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഇതാണ് പാവങ്ങളെ സഹായിക്കാൻ, പാവങ്ങൾക്ക് സഹായിയായി മാറുന്നു മുത്തു റസൂലുള്ളാഹ്. ഇങ്ങനെ മുത്തുനബിയുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് വലിയ സാധനമാണെങ്കിലും മുത്തുനബി നൽകും. ഇല്ലെങ്കിൽ കൂടെയുള്ള സ്വഹാബത്തിനെ കൊണ്ട് കൊടുപ്പിക്കും. അങ്ങനെ എല്ലാവർക്കും സഹായമായി മാറിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്കും അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ നൽകുമാറാവട്ടെ. പാവങ്ങളെ സഹായിക്കണം. അശരണർക്ക് നമ്മൾ താങ്ങും തണലുമാവണം. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള വിനയമുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഖൽബ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.